Welcome back to the videos. Today we start with a new chapter, Introduction to Differential Equation. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് നിങ്ങൾ ബേസിക് അതെന്താണെന്ന് അറിയില്ലെങ്കിലും ഇപ്പോൾ ഫിസിക്സിലൊക്കെ ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സിലാണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് മോഡൽസിനെ അതിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലേക്ക് ചേഞ്ച് ചെയ്യും, ദെൻ അതിനൊരു സൊല്യൂഷൻ കാണും. ആ രീതിയിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിന് ഒരുപാട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, വാട്ട് ഈസ് എൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ മാത്രം, ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്. സോ നമുക്ക് ഡെഫിനിഷൻ ചെക്ക് ചെയ്യാം. an equation containing the derivatives of one or more dependent variables with respect to one or more independent variables is called a differential equation. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ. സിംപ്ലി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ് ആൻഡ് വൈ എടുക്കുകയാണെങ്കിൽ, എക്സും വൈയും വേരിയബിൾസ് ആണെങ്കിൽ എന്താണ്, എക്സിനെയും വൈനെയും കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെ, അതിനാണ് നമ്മൾ ഇക്വേഷൻ. വേരിയബിൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈക്വാലിറ്റി സൈനുള്ളതിനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇക്വേഷൻ കണ്ടെയ്നിങ് ദ ഡെറിവേറ്റീവ്സ്, ഡെറിവേറ്റീവ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. എന്താണ്, ആ ഇക്വേഷനകത്ത് വേരിയബിൾസിനപ്പുറത്തേക്ക് ഒരു ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി, ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ ODE എന്ന് പറയും. നെക്സ്റ്റ് വൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ PDE. അപ്പോൾ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻ കണ്ടെയ്നിങ് only the ordinary derivatives. അപ്പോൾ ഇക്വേഷനകത്ത് ഓർഡിനറി ഡെറിവേറ്റീവ് മാത്രമുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓർഡിനറി ഡെറിവേറ്റീവ്? അപ്പോൾ നമ്മൾ പറഞ്ഞു സെന്റൻസ് ആണ്, വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നാണ്. അപ്പോൾ ജസ്റ്റ് എക്സ് ഈസ് അൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഓക്കെ, ആൻഡ് വൈ ഈസ് ഡിപ്പെൻഡൻറ്റ് ടു എക്സ്. എക്സ് ഈസ് ദ ഓൺലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ ഈസ് ഡിപ്പെൻഡൻറ്റ് ടു എക്സ്. ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy by dx, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ dy by dx മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ്, നമ്മൾ നോർമലി ചെയ്യുന്ന ഡെറിവേറ്റീവിനെയാണ് ഓർഡിനറി ഡെറിവേറ്റീവ്സ് നമ്മളോട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡിനറി ആണെന്ന് പറയുന്നത്, നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ഈ ഓർഡിനറി ഡെറിവേറ്റീവ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓർഡിനറി ഡെറിവേറ്റീവ് എന്നുള്ളതുകൊണ്ട് തന്നെ dy by dx ആവും, അതിൻ്റെ ഏത് ഹയർ ഡെറിവേറ്റീവ്സും വരാട്ടോ. dy by dx, d² y by dx, അതിൻ്റെ ഏത് ഹയർ ഡെറിവേറ്റീവ് ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ അതായിരിക്കും ഓർഡിനറി ഡെറിവേറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് x² ഇൻറ്റു dy by dx പ്ലസ് x plus 1 ഇൻറ്റു y ഈക്വൽ ടു 0. ഓക്കെ, ഒരു ഇക്വേഷനാണ്, അവിടെ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കവിടുത്തെ എക്സ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, and dy by dx is the ordinary derivative. അപ്പോൾ ഓർഡിനറി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. നോർമൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആ ഇക്വേഷനകത്ത് ഒരു ഡെറിവേറ്റീവ് വേണം. അപ്പോൾ നമ്മൾ
ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയാം. നോർമൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേരിയബിൾസ് മാത്രമല്ല ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഡെറിവേറ്റീവിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡിനറി എന്നും പാർഷ്യൽ എന്നും പറയുന്നത്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നോർമൽ നമ്മൾ പറയുന്ന ആ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഏത് ഹയർ ഡെറിവേറ്റീവ്സ് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ x minus 2 into d square y by dx square plus 2y into dy by dx plus 3 equal to 0. ഞാൻ ഇക്വേഷൻ ജസ്റ്റ് എഴുതിയതാണ്. അതൊക്കെ ഞാൻ ഒരു സൊല്യൂഷനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഇതെന്താണ് dy by dx എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ x is the independent variable, y is dependent to x. then ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy by dx, അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് d square y by dx സ്ക്വയർ. അപ്പോൾ അതിന്റെ ഏത് ഹയർ ഡെറിവേറ്റീവ് വരുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളെങ്കിൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഒരു ഓർഡിനറി ഡെറിവേറ്റീവ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓർഡിനറി ഡെറിവേറ്റീവ് ഉള്ള ഒരു ഡിഫറെൻറ്റ് ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക, നമുക്കറിയാം ജസ്റ്റ് എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ആകും, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അല്ലേ, ജസ്റ്റ് z is a function of x and y എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസ് z എക്സിൻ്റെ വൈൻ്റെയും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഡെറിവേറ്റീവ് കാണുന്നത്, ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഡോ z ബൈ ഡോ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ ഡോ z ബൈ ഡോ y. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന കേസിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ ഏത് ഹയർ ഡെറിവേറ്റീവ്സ് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയറിനോ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ അതിൻ്റെ ഹയർ ഡെറിവേറ്റീവ്സോ ആണ് ഒരു ഇക്വേഷനകത്ത് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അതായത് ഈ ഓർഡിനറി ഡിഫറൻഷ്യലും പാർഷ്യൽ ഡിഫറൻഷ്യലും, അതായത് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ എന്തേ ഉണ്ടാവുള്ളൂ, an equation containing the derivatives of only one dependent variable with respect to only one independent variable എന്നാണ്. അതാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വിത്ത് റെസ്പെക്ട് ടു വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആവുന്ന കേസാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ which contains an ordinary derivative is called an ordinary differential equation. An equation which contains partial derivatives is called a partial differential equation. Okay, അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആവും. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഡെറിവേറ്റീവ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്നാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതുകൊണ്ട് മെയിൻലി മീൻ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 2x plus 3y into dy by dx plus 7x square minus 8y equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോർമലി അറിയാം, ഒരു x എന്നുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, y is dependent to x, അതിനൊരു ഓർഡിനറി ഡെറിവേറ്റീവ്സ് dy by dx. ഓക്കെ, ഇത്രയേ ഉള്ളൂ, അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും വേരിയബിൾസോ ഒന്നുമില്ല. സോ ദിസ് ഈസ് an ordinary differential equation. നമുക്ക് എക്സും വൈയും എല്ലാം ഇതിൽ എക്സിസ്റ്റ് ചെയ്തോളെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചില ഇക്വേഷനിൽ എക്സ് ഉണ്ടാവും, ചില ഇക്വേഷനിൽ വൈ
എന്തായാലും ഒരു ഡെറിവേറ്റീവ്സ് അവിടെ വേണം. ഏത് ഓർഡറിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു ഓർഡറിലുള്ള ഒരു ഡെറിവേറ്റീവ് അവിടെ വേണം എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാലേ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുള്ളൂ കേട്ടോ. ഇത് നെക്സ്റ്റ് നോക്കൂ. ടി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി പി സ്ക്വയർ പ്ലസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2i ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ ഇവിടെ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ടി ആണല്ലേ. ടി എന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ ഈസ് ഡിപ്പെൻഡൻറ്റ് ടു ടി. സോ അപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഡെറിവേറ്റീവ് ഏതായിരിക്കും? ഡി വൈ ബൈ ഡി ടി ആയിരിക്കും. ദെൻ അതിൻ്റെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. സോ ടി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2i ഈക്വൽ ടു സൈൻ ടി. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ ഇവിടെ 0 തന്നെ ആവണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ -sin ന് ഇതേ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പം വേറെ വേരിയബിൾസ് ഇല്ല, ഒന്നിന് കൂടുതൽ വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇല്ല. ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, അത് ടി ആണ്. ആൻഡ് y is dependent to t. Okay, only one independent variable and only one dependent variable. Then അതിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് ഇത് എന്താണ് ഇതും ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫിസിക്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവുന്നത്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കാണുമ്പോഴത്തേ നിങ്ങൾക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അല്ലേ. ശരിക്കും ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈ ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ആൻഡ് യു ഇസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. യു ശരിക്കും എന്താണ്? എക്സിനെയും വൈനെയും സെറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എക്സും വൈയും സെറ്റും 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ സെറ്റ്. ദെൻ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് ഇക്വേഷൻ അകത്തുള്ളത്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഞങ്ങൾക്ക് ഇതിൽ എക്സ് വൈ സെറ്റ് ഒന്നും വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എക്സും വൈ സെറ്റ് വേണമെങ്കിൽ വരാം, വരാതിരിക്കാം. എന്ത് നമ്മൾ ഡെറിവേറ്റീവ്സിനെ അവിടെ കണ്ടെയ്ൻ ചെയ്യണം. അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു മീനിങ് വരിക. അല്ലെങ്കിൽ നോർമൽ എക്സും വൈ മാത്രമുള്ള നോർമൽ ഇക്വേഷനല്ലേ ആവുള്ളൂ. ഡെറിവേറ്റീവിനും കൂടെ കണ്ടെയ്ൻ ചെയ്യുമ്പോഴാണ് അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറുന്നത്. ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ആ രീതിയിൽ നോർമലി എക്സും വൈ മാത്രം വേരിയബിൾസ് മാത്രമുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതൊരു അതൊരു ഇക്വേഷനേ ആവുള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാം. അപ്പോൾ ആ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഡെറിവേറ്റീവ് ആണെങ്കിൽ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും, അതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇതിലെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അല്ലേ. ഒരു എക്സും വൈയും സെറ്റും ഈ കേസിലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. സോ യു ഈസ് ഡിപ്പെൻഡൻറ്റ് ടു എക്സ് വൈ ആൻഡ് സെഡ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു തന്നെയാണ് ഒരു ഇത് രണ്ടും എന്താണ് അപ്പം ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇക്വേഷൻ കണ്ടെയ്നിങ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് വൺ ഓർ more dependent variable with respect to one more independent variable is called a differential equation. പറഞ്ഞാൽ only one dependent variable with respect to one independent variable ആണെങ്കിൽ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അവിടെ ഉണ്ടെങ്കിൽ അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്. ഓക്കെ, അപ്പോൾ ദ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് the order of a differential equation is the order of the highest derivative occurring നമുക്ക് തന്നിട്ടുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് പാർഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഡിനറി ആയിക്കോട്ടെ, തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ, അതായത് മാക്സിമം ഏത് ഡെറിവേറ്റീവ് വരെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ,
ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതാണ് ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണോ അതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, the order of a differential equation is the order of the highest derivative occurring in the equation. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇപ്പോൾ x ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2 = 0 ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ എന്ന് പറയുന്നതിൽ മാക്സിമം ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സോ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ഒരു ഡി ക്യൂ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അതാണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എന്താണ് ഡിഗ്രി? ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദി ഡിഗ്രി ഓഫ് ദി ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് occurring the degree of a differential equation is the degree of the highest derivative occurring. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡെറിവേറ്റീവ് മാക്സിമം ഏത് ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഓർഡർ. അവിടുത്തെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എന്താണ്? അപ്പോൾ ഇവിടെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഇതിൻ്റെ ഈ പവറില്ലേ എന്താണ്? 1 ആണ്. അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്താണോ അതിനെയാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നമ്മൾ ഡിഗ്രി പറയും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു 1 ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമ്മൾ എഴുതിയാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 4 = 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണ്? മാക്സിമം ഇതിൽ ഏത് ഡെറിവേറ്റീവ് വരെ പോകുന്നുണ്ട്? ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയാണ്. അപ്പോൾ ഓർഡർ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാം അവിടുത്തെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് 2 ആണ്. ആ ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ അല്ലേ മാക്സിമം പവർ 1. ഇവിടെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡിഗ്രി ശരിക്കും എന്തായിട്ട് വരുന്നുണ്ട്? 2 ആണ് അല്ലേ. ഇത് പവർ 2 ആണ്. പക്ഷെ അതല്ല, ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ് നോക്കുക. അതിനെയാണ് ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്താണോ അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ = 0. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെയാണ് പോകുന്നത്. സോ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ =1 ആണ്. ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ, ഇത് ഒക്കെ ചെയ്യുന്ന ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെയാണ് 1 ആണ് അല്ലേ. വേറെ പവർ ഒന്നുമില്ല. സോ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെയാണ് 1. സോ ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഓർഡർ ആൻഡ് ഡിഗ്രി =1. ഓർഡറും ഡിഗ്രിയും 1 ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഫസ്റ്റ് തന്നത്. ദെൻ സെക്കൻഡ് വൺ y² + 2 × d² y by dx square plus 2y into dy by dx whole square = 0. Okay, so order is the
order of the highest derivative occurring. So highest derivative the first derivative ഉണ്ട്, then second derivative ഉണ്ട്. So order എന്ന് പറയുന്നത് എന്താണ്? Order equal to 2 ആണ്. Highest derivative occurring in the differential equation is equal to second derivative ആയതുകൊണ്ട് തന്നെ order എന്ന് പറയുന്നത് 2 ആണ്. So highest derivative ന്റെ maximum power എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1. So I square plus 2 into d square y by dx square plus 2y into dy by dx whole square is an equation of order 2 and degree 1. Okay. Then third one എന്ന് പറയുമ്പോൾ y double dash നമ്മൾ dy by dx നെ y dash എന്ന് d square y by നെ y double dash എന്നൊക്കെ എഴുതില്ല. അപ്പോൾ അതേ രീതിയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ഞാൻ പറയാം. സോ ആ രീതിയിൽ എഴുതിയത്, അതായത് d square y by dx square തന്നെ അറിയാവുന്ന നൊട്ടേഷൻ ആണെന്ന് വിചാരിക്കുകയാണ്. y double dash whole cube plus 3x into y dash whole square minus 2 equal to 0. അപ്പോൾ ഇവിടുത്തെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? y double dash ആണ്. സോ ഓർഡർ എന്താണ്? ഓർഡർ ഈക്വൽ ടു 2 ആണ്. ആൻഡ് ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ ഇവിടെ എന്താണ്? 3 ആണ്. സോ ഡിഗ്രി ഈക്വൽ ടു fourth one എന്താണ്? x into d cube y by dx cube minus dy by dx whole raised to 4 plus y equal to 0. ഇവിടുത്തെ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, ദെൻ തേർഡ് ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഉണ്ട്. സോ ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് തേർഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ ആണ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ പവർ 4 എന്ന് വരുന്നുണ്ട്. സോ ഡിഗ്രി 4 എന്ന് ഒരിക്കലും എഴുതുന്നത് ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവറാണ് നോക്കുന്നത്. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഈ രീതിയിൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷന് വരുവാണെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാം നിങ്ങൾ? രീതിയിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രാക്ഷൻസ് ഒന്ന് കളയുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി സ്ക്വയർ റൂട്ട് ഒന്നും ഇല്ലാതെ എഴുതാം കേട്ടോ. സോ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഈ സൈഡിൽ കൊണ്ടിട്ടാണെങ്കിൽ മൈനസ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ minus 1 equal to 0. അങ്ങനെ എഴുതാമല്ലോ. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. പിന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടും. സോ ഓർഡർ ഈക്വൽ ടു 2 ആണ്. അതുപോലെ തന്നെ ഡിഗ്രി എന്ന ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? ഡിഗ്രി ഈസ് ആൾസോ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ കൺസെപ്റ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണോ അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്താണോ അതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇത്രയാണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അതൊന്ന് ജനറലാക്കി എഴുതുന്നതെന്ന് പറയാൻ പറ്റും. നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞു? only one ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ഉണ്ടാവും, അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ഉണ്ടാവും, ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ്സ് അല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെ എക്സ്ട്രാ nth ഡെറിവേറ്റീവ് വരെയുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഈ രീതിയിൽ ജനറലായിട്ട് നൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ രീതിയിൽ അതിന് ഈക്വൽ ടു 0 നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് ജനറൽ nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. ഓർഡിനറി ആണ് കാരണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വന്നേ ഉള്ളൂ. nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എക്സെട്ര വൈ റേസ് ടു, അതായത് nth ഡെറിവേറ്റീവ് വരെയാണുള്ളത്, എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എക്സെട്ര വൈ റേസ് ടു n ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നൗ we have to classify the differential equation in terms of linearity. Differential equation തന്നെ നമുക്ക് linear differential equation എന്നും non linear differential equation എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം linear differential equation.
the ordinary differential equation of order n. ഓർഡർ n ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. f of x y y dash etc y raised to n equal to 0 is said to be linear if f is a function of the variables y y dash y double dash etc y raised to n. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ കൺസെപ്റ്റ് നമുക്ക് പി ഡിയിലും പാർഷ്യൽ ഡിഫറൻഷ്യലിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡിനറികളിലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീനിയർ the function f is the a linear function of the variables y y dash etc y raised to എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? a n of x into y raised to n plus a n minus 1 of x into y raised to n minus 1 plus x next term a n minus 2 of x into y raised to n minus 2 etc. a1 x into y dash plus a0 of x into y equal to phi of x, where a n of x, a n minus 1 of x etc. a1x, a0x and phi of x are the functions of independent variable x. ഇതാണ് ശരിക്കും ലീനിയർ ആണ്. നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് അതിന് നമുക്ക്, അതായത് nth ഓർഡർ ആകുമ്പോൾ മാക്സിമം എന്തുണ്ടാവും? nth ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ nth, അതായത് എല്ലാ ഡെറിവേറ്റീവ് ഏത് ടേംസിലും ഈ ഡെറിവേറ്റീവ് അല്ലാതെ അതിൻ്റെ കൂടെ വരുന്ന ഫങ്ഷൻസ് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാത്രം ഫങ്ഷൻ ആവുന്നതാണ്. അത് ഇത്രയാണ് ഉദ്ദേശിച്ചത്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതുമ്പം സെക്കൻഡ് ഓർഡറാണ് എഴുതുന്നതായിരിക്കും. ഇപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഡാഷ് പ്ലസ് 2 ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കേണ്ടത് സെക്കൻഡ് ബൈ മാക്സിമം ഏതാണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെയുള്ളതാണ്. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ വൈ ഡബിൾ ഡാഷ് ഇവിടെ വൈ ഡാഷ്, ബാക്കി വരുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എ എൻ എക്സ് എ എൻ മൈനസ് 1 എക്സ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഈ ഫംഗ്ഷന് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതാണ് എക്സ് ആയതുകൊണ്ട് എക്സിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ഇവിടെ വൈയോ വൈ ഡാഷോ അതിൻ്റെ ഏതെങ്കിലും പവറോ ഒന്നും വരാൻ പാടില്ല. അതാണ് പറഞ്ഞത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ വേരിയബിൾസ്. ഇവിടെ എഫ് ഈസ് എ ലീനിയർ എന്നുണ്ട് കേട്ടോ. എഫ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദി വേരിയബിൾസ് കേട്ടോ. എഫ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദി വേരിയബിൾസിലാണ്. അതായത് ഇവിടെ എക്സ് മാത്രം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ള ഫങ്ഷൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ വൈ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു 0 അങ്ങനൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്തല്ല, ഇതൊരു ലീനിയർ ഫംഗ്ഷൻ അല്ല. കാരണം വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ വൈ വന്നു, വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ a2 ഓഫ് എന്നുള്ള a2 എന്നുള്ള ഈ ഫംഗ്ഷൻ എന്ത് വന്നു? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ അല്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ വന്നു. വൈൻ്റെ മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെറിവേറ്റീവ്സിൻ്റെ മൾട്ടിപ്പിൾസോ പവേഴ്സോ ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡെറിവേറ്റീവ്സിൻ്റെ കൂടെ എന്ത് മാത്രം പാടുള്ളൂ? ഇൻ ടേംസ് ഓഫ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? എക്സാമ്പിൾ എക്സ് ടി ആണെങ്കിൽ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫങ്ഷൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മളൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ലീനിയർ അല്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ എഴുതാം.
y raised to nth ഓർഡർ ആയതുകൊണ്ട് മാക്സിമം nth ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ an of x into y raised to n plus an minus 1 of x into y raised to n minus 1 etc. a0 of x into y equal to 5 of x. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്ന ഫംഗ്ഷൻ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലും എക്സിൽ മാത്രം ഉള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഫംഗ്ഷൻ എഴുതിയപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് എഴുതി വിചാരിക്കുക. അങ്ങനെ എഴുതിയാലും ആ ഫംഗ്ഷൻ എന്താണ്, സോറി, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ ലീനിയർ ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇക്വേഷൻ എഴുതുന്നത് തന്നെ നോക്കൂ, ഇവിടെയൊക്കെ എൻ ഓഫ് എക്സ് എൻ മൈനസ് 1 ഓഫ് എക്സ് 5 ഓഫ് എക്സ് എഴുതാൻ കാരണം ആ ഫംഗ്ഷൻ എന്താണ്, എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. അത് വൈനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ 5 ഓഫ് എക്സ് വൈ എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ അത് എഴുതാതെ നമ്മൾ 5 ഓഫ് എക്സ് എന്ന് മാത്രം ഇവിടെ എഴുതിയത് ഇവിടേക്ക് വരുന്ന ഈ കോഎഫിഷ്യൻസ് അല്ല, അവിടേക്ക് വരുന്ന ഫംഗ്ഷൻസ് ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രം ഉള്ളതായിരിക്കണം. അവിടെ വൈയോ വേറെ വൈയുടെ പവേഴ്സോ വേറെ ഡെറിവേറ്റീവ്സോ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് പറയും, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ അല്ലെങ്കിൽ നമ്മളതിനെ നോൺ ലീനിയർ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഡെഫിനിഷൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 1 minus x into y double dash minus 4x into y dash plus 5 into y equal to cos x. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതണം. അവിടെ ഇക്വേഷൻ ജസ്റ്റ് എന്തായാലും പറഞ്ഞത് an x into y raised to n plus an minus 1 x into y raised to n minus 1 etc. plus a0 a1 x into y dash plus a0 x into y equal to 5 of x. ഈ ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഈ ഡെറിവേറ്റീവിനൊക്കെ കൂടെ അവിടുത്തെ ഇപ്പോൾ ഇവിടെ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളതുകൊണ്ടാണ് എക്സിന് എഴുതിയത്. അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണോ അതിൻ്റെ ഫംഗ്ഷൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഫസ്റ്റ് നോക്കുക, 1 minus x into y double dash minus 4x into y dash plus 5y is equal to cos x. അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്, ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ നോക്ക് 1 minus x. ഓക്കെ, അപ്പോൾ അതൊരു ഫംഗ്ഷൻ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയാണ് അല്ലേ. 1 minus x എന്ന് പറയുമ്പോൾ എക്സിന് മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് y dash ആണ്. സോ y ഡാഷിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ a2 of x എന്ന് പറയുന്നത് എന്താണ്, സോറി a1 of x എന്ന് പറയുന്നത് 4x ആണ്. Again a function of the independent variable x ആണ്. ഇവിടെ y എന്ന് പറയുമ്പോൾ yയുടെ കൂടെ 5 ഒരു കോൺസ്റ്റന്റ് ആണ്. 5 of x is equal to cos x ആണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസും എന്താണ്, 1 minus x, 4x, 5 and cos x all are the functions of the independent variable x only. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ലീനിയർ ആണ് എന്ന് പറയും. ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്കുന്നു. ഈ എല്ലാ ഡെറിവേറ്റീവിൻ്റെയും കൂടെയുള്ളത് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിൻ്റെ മാത്രം ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് ഇക്വേഷൻ ഏതാണ്, ഡി സ്ക്വയർ യു ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ഡി യു ബൈ ഡി ആർ പ്ലസ് യു ഈക്വൽ ടു കോസ് ഓഫ് ആർ പ്ലസ് യു. അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആർ ആണ്. ആൻഡ് യു ഈസ് ഡിപ്പെൻഡൻറ്റ് ടു ആർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്, ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡെറിവേറ്റീവിൻ്റെ കൂടെ ആറിൻ്റെ ഫങ്ഷൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം, ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. ഇവിടെയും ഡി യു ബൈ ഡി ആറിൻ്റെ കൂടെ വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. ഇവിടെ യു ആണ്, യുവിൻ്റെ കൂടെ ഫങ്ഷൻസ് ഇല്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ല, LHS ഒരു പ്രശ്നമല്ല. പക്ഷേ RHS നോക്കും, RHSൽ കോസ് ഓഫ് ആർ പ്ലസ് യു എന്നാണ്. കോസ് ഓഫ് ആർ പ്ലസ് യു എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇതൊരു ഫങ്ഷൻ ഓഫ് ആർ ഓൺലി ആണോ, അല്ല.
അല്ലല്ലോ ഈ RHSലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് യു ആയതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? നോൺ ലീനിയർ. ക്ലിയർ ആയില്ലേ? ഇവിടെയൊന്നും LHSലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. RHSലുള്ള ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാത്രമല്ല അവിടുത്തെ ഇൻഡിപെൻഡൻറ്റേയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും കൂടെ കൂടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. ക്ലിയർ? ഇവിടെ തേർഡ് പ്രോബ്ലം നോക്കൂ. തേർഡ് പ്രോബ്ലത്തിൽ സെയിം പ്രശ്നമാണ് വരുന്നത്. കാരണം d²r/dt² ഈസ് ഈക്വൽ ടു -k/r² എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് t ആണ്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്? r ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഫംഗ്ഷനൊന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. ഒന്ന് പക്ഷേ RHS എന്താണ്? -k/r² എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഫംഗ്ഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ r ആണ്. എന്താ പറഞ്ഞാൽ ഓൺലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ മാത്രമേ RHSൽ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും എന്താണ്? നോൺ ലീനിയർ. ഓക്കെ, ദെൻ എന്താണ് ലാസ്റ്റ് വൺ നോക്ക്. dy/dt + ty² = 0 ആണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇതേ ഓർഡറാണ്, ശരിക്കും ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ? dy/dt ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷേ dy/dt കൂടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് t ആണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആണ്. ഇവിടെ വൈൻ്റെ കൂടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് t എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? വൈക്ക് പവർ വന്നു, വൈക്ക് പവർ വരാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു നോൺ ലീനിയർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നോക്കൂ. d⁴ y/dt⁴ പ്ലസ് d³ y/dt³ +dy/dt + y = 1. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് t ആണ്, ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് y ആണ്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ വരിക? 4 ആണ് അല്ലേ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് 4 വരെ വരുന്നുണ്ട്. സോ 4 ആണ് ഓർഡർ. അപ്പോൾ ഇവിടെ ഈ ഡെറിവേറ്റീവിൻ്റെ കൂടെയൊക്കെയുള്ള ഫംഗ്ഷൻസ് ഏതാണ്? ഇവിടേക്ക് 1 മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാവും? ഇല്ല. ഇപ്പോൾ RHSൽ നോക്കുകയാണെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് തന്നെയാണെന്ന് പറയാൻ പറ്റും? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കേസിൽ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മാത്രമേ ഉള്ളൂ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബാക്കിയുള്ളവർക്ക് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. f(x, y, y', etc. y' nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് ലീനിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y, y', etc. y ഇൻ ടേംസ് ഓഫ് ഈ വേരിയബിൾസിൻ്റെ കേസിൽ f ലീനിയർ ആയിരിക്കണം. f is linear in terms of the function, sorry, in terms of the variables y, y', etc. y'. അതായത് ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഒക്കെ ചെയ്യുന്നതല്ല. അതിൻ്റെ കൂടെയുള്ള ഫങ്ഷൻസ് എന്ത് മാത്രമായിരിക്കണം? അവിടെയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫങ്ഷൻസ് മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും, ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അവിടെ തന്നെ അതിലൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു. ദെൻ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ലീനിയറും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏറ്റവും ബേസിക് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.